തകർന്നേരെ ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ. ഞാൻ ഈ പടം കണ്ടത് ഇന്നാണ്. ആക്ച്വലി ഇനി കാണാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ കരുതി തിയേറ്ററിൽ നിന്ന് ഇത് പെട്ടെന്ന് തന്നെ മാറി പോകുമല്ലോ. ഇവിടെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്ത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ പടം ഉണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അൺബിലീവബിൾ. ഇന്നും ആൾക്കാരുണ്ടെന്ന് കാണാൻ. ജെൻസി പിള്ളേര് പണ്ട് എനിക്ക് ഓർമ്മ, ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് വിശാല്, നമ്മൾ രണ്ടുപേരും മാത്രമാണ് ആക്ച്വലി ആനിമയെ പറ്റി കഥ പറയുകയും. ഡ്രാഗൺ ബോൾ സി ആണ് ഞാൻ ഫസ്റ്റ് കാണുന്ന ആനിമെ. പോക്കിമാൻ ആണ് തുടങ്ങുന്നത്. അതിൽ ആഷ്, പിക്കാച്ചോ കഥാപാത്രങ്ങൾ ഇത് കണ്ട് തുടങ്ങി. ആ സമയത്ത് കുറച്ച് സമയം ഇറങ്ങിയപ്പോഴാണ് ഡ്രാഗൺ ബോൾ സിയുടെ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ഞാൻ കാണുകയാണ്. ആദ്യം തുടങ്ങി വൺ പീസ്, നെറൂട്ടോ ആ സമയത്താണ് വരുന്നത്. നെറൂട്ടോ പിന്നെ ഇപ്പോൾ ഡീമൺ സ്ലെയർ ഒരുപാട് നാൾക്ക് ശേഷം വരുന്നത്. ഡീമൺ സ്ലെയർ ഞാൻ കുറച്ച് വൈകിയാണ് കണ്ടു തുടങ്ങിയത്. ഇപ്പോഴും നമ്മളൊരു ആനിമെ എന്ന് പറയുന്നത് ആനിമയാ എന്ന് വെച്ചാൽ ആനിമേഷൻ അല്ലേ, ആനിമേഷൻ തന്നെയാണ്. പക്ഷെ ജപ്പാനീസ് ആനിമെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിപ്പിക്കലി കാണുന്ന കാർട്ടൂൺ പോലെ അല്ല. ഇവൻ മാർവലിന്റെയോ ഡി.സിയുടെയോ കോമിക്സ്, DC ലൈക്ക് കുറച്ച് ഡാർക്ക് സൈഡ് ഉള്ള സാധനങ്ങളാണ്. മാർവൽ അത്രയും ഡാർക്ക് സൈഡ് അല്ല. അവർ വേറെ രീതിയിലാണ് സ്റ്റോറി ടെല്ലിംഗ് വേയും ഒക്കെ വേറെ രീതിയാണ്. പക്ഷേ ഈ ആനിമയ്ക്കകത്ത് ഡാർക്ക് സൈഡ് നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ ആനിമയിൽ ഒരുപാട് വരും. ഈ ഡ്രാഗൺ ബോൾ സി എടുത്താൽ വൺ പീസ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുള്ള വൺ പീസിനകത്താണ്. ഫൈനൽ ബോസ് ഉണ്ട്, അത് ഇനി മേ ബി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അത് വരുള്ളൂ. ഇപ്പോൾ ഉള്ള ഒരു വില്ലന്റെ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ അത് പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. എൻ്റെ പൊന്നെ, അത് അവർ ആ കഥ എഴുതിയേക്കുന്നത് നമ്മൾ വിഷ്വലി ആനിമേഷൻ പീക്കാണ് അതിനകത്ത്. ഞാൻ മൈൽസ് മൊറാലസിന്റെ നമ്മുടെ സ്പൈഡർമാൻ അവർ ആ ചെയ്തേക്കുന്ന മാർവൽ ചെയ്തേക്കുന്ന ഒരു ആനിമേഷൻ ഇല്ല, ഭയങ്കര രസമാണ് ആ ആനിമേഷൻ. ഭയങ്കര കളർഫുൾ ആണ്. ഇതിനകത്ത് അങ്ങനെയാണ്, ഭയങ്കര കളർഫുൾ ആണ്. ഇവർ പവേഴ്സ് വെളിയിലെടുക്കുന്ന സമയത്തൊക്കെ ഇതിനകത്ത് വരുന്ന ഇലക്ട്രിക്കിന്റെയും പലതിന്റെയും കളറൊക്കെ വരുന്നത് ഭയങ്കര രസമാണ് അത് കാണാൻ. നല്ലൊരു ഐമാക്സ് തിയേറ്ററിൽ എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങ് കണ്ടിരുന്നെങ്കിൽ ആ സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലോ, BGM ഒക്കെ എടുത്ത് പറയണം. എന്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദ ഫേവറേറ്റ്, എന്റെ നറൂട്ടോയിൽ ഒരു ഫ്ലൂട്ട് ഉണ്ട്. നറൂട്ടോയുടെ ആ ഒരു ഫ്ലൂട്ട്, ഒരു സാഡ് ഫ്ലൂട്ട് ഉണ്ട്. അത് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്, ഭയങ്കര ഫേവറേറ്റ് ആണ് എനിക്ക് ആ ഫ്ലൂട്ട്. അതേ കണക്കിനെ വൺ പഞ്ച് മാൻ അകത്തും ഒരു സാധനമുണ്ട്. വൺ പഞ്ച് മാൻ എന്ന് പറഞ്ഞ ആനിമെ അറിയാന്നുള്ളവർക്ക് അറിയാം. അതിന്റെ ഒരു BGM ഉണ്ട്, അതും ഭയങ്കര കിട്ടില്ല. അതുപോലെ ഇതിനകത്ത് ഈ ഫൈറ്റിനകത്ത് പുറകിൽ ചെയ്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ BGM ഒക്കെ ഒരു രക്ഷ ഡോപ്പ് സാധനം. ഇനി നിങ്ങൾ ആനിമെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ വായിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ അഡിക്റ്റ് ആവും. നിങ്ങൾ അതിനകത്ത് ഇമോഷണലി കണക്ട് ആവും. ഇത് വേറൊരു കാർട്ടൂൺ അല്ല, അല്ലെങ്കിൽ വേറൊരു സാധനം അല്ല. പല നമ്മൾ കണ്ട സിനിമകളെക്കാളും ചില ഇതിന് ഡെപ്ത് ഉണ്ട്. ഇത് ചുമ്മാ കുറെ ഫൈറ്റും കാര്യങ്ങളും മാത്രമല്ല, പിള്ളേർക്കുള്ളൊരു സാധനം അല്ലാന്ന് ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലായി. മേ ബി ഇപ്പൊ നിങ്ങൾ കാണാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മേ ബി നിങ്ങൾ എല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് വന്ന് എത്തും. നിങ്ങൾ മാങ്ക വായിക്കണം, അങ്ങനെ ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഒരു സാധനം കിട്ടത്തില്ല. പക്ഷെ നമുക്ക് കാണാൻ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലും പല സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. ഈ വൺ പീസിന്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനെ കൊണ്ട്, പക്ഷെ അതിനകത്ത് പല സ്ഥലങ്ങളും കാണിച്ചില്ല. എങ്കിൽ പോലും നിങ്ങൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ സംഭവം എന്നുള്ളത്. ഇച്ചിരി മുതലേ നമ്മൾ കണ്ടുവരുന്ന സാധനമാണ്. പക്ഷെ അത്രയും ഒരു സാധനം നിങ്ങൾ എത്താൻ ഒരുപാട് സമയം നിങ്ങൾക്ക് വായിക്കേണ്ടിയിരിക്കും. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. നിങ്ങളുടെ ഒരു പുതിയൊരു അനുഭവം നിങ്ങൾക്ക് സിനിമയിലും ആനിമേഷനിലും ലൈഫിലും എല്ലാത്തിലും ഒരു പുതിയ മോറൽ സൈഡ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു കിടിൽ ഐറ്റമാണ് ഈ ആനിമെ എന്ന് പറഞ്ഞാൽ. സോ പൊളി സാധനം. തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കും. പറ്റുമെങ്കിൽ IMAX തന്നെ പോയി കാണാൻ ശ്രമിക്കണം. എനിക്കത് മിസ്സായി. പൊളി സാധനം.